ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ്. ബെയർ അനാട്ടമിയുടെ അൾട്രാ സ്മൂത്തിങ് ഷാമ്പൂവിന്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഇതാണ് ആ പ്രൊഡക്റ്റ് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. ബെയർ അനാട്ടമി എന്ന് പറഞ്ഞ ബ്രാൻഡിനെ കുറിച്ച് പ്രത്യേകിച്ച് ആരോടും ഒന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. കുറെ നാളായിട്ട് വളരെയധികം ഹൈപ്പിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് ബെയർ അനാട്ടമി. ഇവരുടെ കയ്യിൽ എല്ലാത്തരം ഹെയർ കെയർ പ്രൊഡക്ട്സ് ഉണ്ട്. പിന്നെ ഷാമ്പൂ ആയിട്ടും കണ്ടീഷണർ ആയിട്ടും മാസ്ക് ആയിട്ടും ഹെയർ സിറംസ് ആയിട്ടും അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളെല്ലാം ഉണ്ട്. പിന്നെ ഇവരുടെ കയ്യിൽ എല്ലാത്തരം ഹെയർ ഇഷ്യൂസിനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. അതിനുള്ള പ്രൊഡക്റ്റുകളൊക്കെ അവരുടെ കയ്യിലുണ്ട്. പിന്നെ എന്താ ഡാൻഡ്രഫിന്, ഹെയർ ഫോളിന്, ഫ്രിസ്നെസ്സിന് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെയാണ് ഇവരുടെ കയ്യിലുള്ളത്. ആദ്യം ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് ഹെയർ മാസ്ക് ആണ്. ഇതേ വേരിയന്റ് തന്നെ ഫ്രിസ്നെസ്സിനുള്ള ഹെയർ മാസ്ക് ആണ് കേട്ടോ വാങ്ങിയത്. അത് നല്ല രീതിയിൽ വർക്കായതിനു ശേഷമാണ് ബാക്കിയുള്ള പ്രൊഡക്റ്റ് ഞാൻ വാങ്ങുന്നത്. അതിന്റെയൊക്കെ റിവ്യൂ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്താൽ നോക്കിയാൽ മതി. ഞാനിവിടെ ഐക്കാർട്ടിലും കൊടുത്തേക്കാം, പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെയൊക്കെ ലിങ്കും കൊടുത്തേക്കാവേ. പിന്നെ ഞാൻ അവരുടെ പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഞാൻ വാങ്ങിയത് ഇവരുടെ ഡാൻഡ്രഫ് ഷാമ്പു ആണ്. അതെനിക്ക് വർക്ക് ആയിട്ടില്ല, അതിനെക്കുറിച്ച് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കിയോളൂ കേട്ടോ. ഗ്രീൻ കളറിൽ അത്. നമുക്ക് ഈ പ്രൊഡക്റ്റിന്റെ റിവ്യൂയിലേക്ക് പോകാം. ആദ്യം തന്നെ പറയട്ടെ, ഈ ഷാമ്പു മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാമ്പു ആണ്, ഒപ്പം തന്നെ മോയ്സ്ചറൈസിങ്ങും ആണ്. പിന്നെ ഫ്രിസ്നെസ് ഒക്കെ ഒരു കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഈ ഷാമ്പു ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ ഹെയർ ഒന്ന് സ്മൂത്ത് ആകാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ടെക്സ്ചർ ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇത് ആർക്കാണ് കൂടുതൽ യൂസ്ഫുൾ എന്ന് ചോദിച്ചാൽ ഫ്രിസി ആയിട്ടുള്ള ഹെയറിനാണ് ഇത് കൂടുതൽ യൂസ്ഫുൾ. എൻ്റെ ഹെയർ അങ്ങനെയാണ് കേട്ടോ, ഡ്രൈയും കുറച്ച് ഫ്രിസിയും ആണ്. അപ്പൊ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ഫ്രിസ് ഒന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആ ഒരുമാതിരി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഫ്രിസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചൊക്കെ ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറ്റി തരുന്നുണ്ട് കേട്ടോ. മുടി ഡ്രൈ ആയിട്ടിരിക്കുക, ഫ്രിസ്നെസ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഷാമ്പു വളരെയധികം സ്യൂട്ടബിൾ ആണ് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ചോ. നല്ല രീതിയിൽ ഫ്രിസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. കുറച്ച് റഫ്നെസ് ഒക്കെ മാറ്റി ഒന്ന് സ്മൂത്ത് ആയിട്ട് കിടക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വളരെയധികം യൂസ്ഫുൾ ആണ് കേട്ടോ. എൻ്റെ ഹെയർ എന്ന് വെച്ചാൽ ഫ്രിസി ഹെയർ ആണ്, കുറച്ചൊക്കെ ഡ്രൈനെസ്സും ഉണ്ട് കേട്ടോ. അപ്പൊ എന്റെ ഫ്രിസ്നെസ് നല്ല രീതിയിൽ കൺട്രോൾ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്നത് ഇവരുടെ ഹെയർ മാസ്കും കൂടെ കൂട്ടിയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് ഉപയോഗിച്ചാൽ ഒന്നുകൂടെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. അത് മാത്രം യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഏതൊരു ഷാമ്പൂ ഉപയോഗിച്ചാലും അതിൻ്റെ കൂടെ ഒരു കണ്ടീഷണർ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇവരുടെ ഹെയർ മാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുന്ന പോലാണ് ഇത് വർക്ക് ആവുന്നത്. ഇവർക്ക് ഇതിൽ കണ്ടീഷണർ ഇല്ല, പിന്നെ ലിവിങ് കണ്ടീഷണർ ഉണ്ട് കേട്ടോ. വാഷ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാവുന്ന ലിവിങ് കണ്ടീഷണർ ഉണ്ട്, അത് ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. ഞാൻ ഇങ്ങനെ ഹെയർ മാസ്കും ഷാമ്പൂ ആയിട്ടാണ് കോംബോ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഷാമ്പൂ തന്നെയും യൂസ് ചെയ്തിട്ടുണ്ട്, ഹെയർ മാസ്ക് കൂട്ടി യൂസ് ചെയ്തിട്ടുണ്ട്, ഹെയർ മാസ്ക് മാത്രമായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ തരത്തിലും എനിക്കിത് നല്ല രീതിയിൽ വർക്കായ പ്രൊഡക്റ്റ് ആണ്. അപ്പം ഞാൻ സാധാരണ ഹെയർ വാഷ് ചെയ്യുന്നത് ഒരു വീക്ക്ലി 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം അങ്ങനെ ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത്. അപ്പോഴേ ഞാൻ പിന്നെ അങ്ങനെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല രീതിയിൽ കൺട്രോൾ കിട്ടിയിട്ടുണ്ട്. അല്ലാതെ തന്നെ ഞാൻ ചില സാഹചര്യത്തിൽ 5-6 ദിവസമൊക്കെ ഹെയർ വാഷ് ചെയ്യാതിരുന്നിട്ടുണ്ട്. അപ്പോഴും എൻ്റെ ഫ്രിസ്നെസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് ഹെയർ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ ഇത് സഹായിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുടിയുടെ തുമ്പത്ത് ഇങ്ങനെ പൊട്ടലൊക്കെ വരില്ലേ, സ്പ്ലിറ്റൻസ് ഒക്കെ, അതൊക്കെ ഒന്ന് മാറ്റാൻ ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഷാമ്പൂ. ഇവരുടെ പ്രോഡക്റ്റ് എല്ലാം തന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അതോടൊപ്പം തന്നെ 100% വീഗൻ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, ക്രൂവൽറ്റി ഫ്രീ ആണ്, പാരബൺ ഫ്രീ ആണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ഹെയറിനെ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. ഒപ്പം തന്നെ ഒരു നാച്ചുറൽ മോയ്സ്ചർ ഉണ്ടല്ലോ നമ്മുടെയൊക്കെ ഹെയറിന്, അതിങ്ങനെ നിലർത്തി തരും, ഒരുപാട് ഡ്രൈ ആക്കാതെ. പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന നിയാസിനമൈഡ്, കൊക്കോ ഒക്കെയാണ്. നിയാസിനമൈഡ് സ്കിന്നിന് പോലെ തന്നെ ഹെയറിന് നല്ല രീതിയിൽ നമ്മുടെ ഹെയർ ഒന്ന് ഷൈൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ കൊക്കോ ആണ് അടങ്ങിയിരിക്കുന്നത്, അതൊന്ന് ഹെയർ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടൊക്കെ കിടക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ വേരിയന്റിന്റെ സെക്കൻഡ് ബോട്ടിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇത് തീരാറായിട്ടുണ്ട്, ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ചെയ്ത് ഇത് തീരാറായിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് റിവ്യൂ ചെയ്യുന്നത്. മാസ്കും അതുപോലെയാണ്, ഒരു പ്രൊഡക്റ്റ് തീർന്ന് സെക്കൻഡ് ബോട്ടിലായപ്പോഴാണ് ഞാൻ റിവ്യൂ ചെയ്തത്. ഇപ്പൊ എൻ്റെ കയ്യിൽ മാസ്ക് ഇരിക്കുന്ന 3-4 അത്രമത്തെ ഇതാണ് കേട്ടോ, ബോട്ടിലാണ് മാസ്ക് യൂസ് ചെയ്യുന്നത്. ഈ വന്ന രണ്ടാമത്തെ ബോട്ടിലാണ്, ഇത് തീരാറായിട്ടുണ്ട് കേട്ടോ ഏകദേശം. പിന്നെ ഇതിൽ നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. 250 ml ആണ് പ്രൊഡക്റ്റ് വരുന്നത്. നമുക്ക് കുറച്ചെടുത്താൽ മതിയാവും. നല്ല രീതിയിൽ ഹെയർ നല്ല രീതിയിൽ ക്ലീൻ ആവും കേട്ടോ, സ്കാൽപ്പൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആകും. അത് ഇവരുടെ മറ്റേ
ഡാൻഡ്രഫിന് വേണ്ടിയുള്ള ഷാമ്പു ആണ് പിന്നെ ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. അത് ഡാൻഡ്രഫിന് വേണ്ടി ആ ഉപയോഗിക്കുന്ന ടൈമിലും എനിക്ക് വർക്കായുള്ളൂ, പിന്നെ അത് അങ്ങോട്ട് വർക്കായില്ല. എന്നാൽ തന്നെയും നല്ല രീതിയിൽ സ്കാൽപ്പൊക്കെ ക്ലീൻ ആവും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതും അതുപോലെ തന്നെ കുറച്ചെടുത്താൽ മതിയാവും. നമ്മൾ സ്കാൽപ്പൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തും നല്ല രീതിയിൽ വാഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ അത്യാവശ്യം പതയൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ചെടുത്താൽ മതിയാവും, അധികം ഒന്നും എടുക്കണ്ട. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാനുണ്ട് കേട്ടോ. ഈ ബോട്ടിൽ 250 ml ആണ് പ്രൊഡക്റ്റ് വരുന്നത്. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് വന്ന 595 രൂപയാണ്. ഓഫറിൽ നമുക്കൊരു 460, 470 പല ടൈമില് വേരിയേഷൻ ഉണ്ടാവും കേട്ടോ. എനിക്കൊരു 470 കിട്ടിയിട്ടുണ്ട്, ചിലപ്പോൾ 420 കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആ ഒരു 400 ആ പ്രൈസിലാണ് നമുക്ക് കിട്ടുക കേട്ടോ. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് വന്ന 595 രൂപയാണ്. ഇത് ഇങ്ങനൊരു ക്യാപ്പാണ് ഇതിന് വരുന്നത്. ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിന്നാണ് പ്രൊഡക്റ്റ് പുറത്തേക്ക് വരുന്നത്. കാണിച്ചു തരാം. പ്രൊഡക്റ്റ് ഇല്ല. ഓക്കെ, വരുന്നുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുന്നത്. സാധാ ഷാമ്പൂവിന്റെ ഒക്കെ ടെക്സ്ചറെ നല്ല മൈൽഡ് ആയിട്ടുള്ള ഒരു കാം സ്മെല്ലാണ് കേട്ടോ. എനിക്ക് ഈ കുത്തുന്ന സ്മെല്ലൊന്നും അത്ര ഇഷ്ടമില്ല, ഇടിച്ചു നിൽക്കുന്ന സ്മെല്ലൊന്നും ഇഷ്ടമില്ല. അപ്പൊ എനിക്ക് ഈ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല കാം ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിൽ ആ സ്മെല്ല് ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഒരു 3-4 ദിവസം വരെ നമ്മുടെ ഹെയറിൽ വാഷ് ചെയ്യാതെ കിടന്നാലും ആ സ്മെല്ല് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ലൊരു കാം ആയിട്ടുള്ള സ്മെല്ലൊക്കെയാണ് ഈ ഷാമ്പൂവിനുള്ളത് കേട്ടോ. ഇത് കളർ ചെയ്ത ഹെയറിനൊക്കെ ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്റെയും കളർ ചെയ്ത ഹെയർ ആണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഹെയർ കളറൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കളറൊക്കെ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഫ്രിസ്, എനിക്ക് അങ്ങനെയാണ് കേട്ടോ അധികം ഫ്രിസ് വന്നത്. കളർ ചെയ്യുമ്പോൾ അറിയാമല്ലോ, കുറെ കഴിയുമ്പോൾ ഫ്രിസ് ഉണ്ടാവും. അതൊക്കെ നല്ല രീതിയിൽ മാനേജ് ആയിട്ട് കൺട്രോൾ ആയിട്ട് കിടക്കുന്നുണ്ട് എനിക്ക്. ഇത് പറയുന്ന ആന്റി ഫ്രിസ് എന്ന് തന്നെയാണ്, അങ്ങനെ അത് തന്നെയാണ് ആന്റി ഫ്രിസ് ഷാമ്പൂ ആണ് ഇത്. നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കിടക്കാൻ നമുക്കിത് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവുന്നുണ്ട് കേട്ടോ ഈ ഷാമ്പൂ. ഓയിലൊക്കെ വെക്കുന്നവരാണെങ്കിൽ അതൊക്കെ പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് കളയുക. ഈ ഓയിലൊക്കെ എന്നും വെക്കുന്നവരാണേലും എങ്ങനെ ആണേലും ശരി, നമ്മുടെ ഓയിലൊക്കെ ഒരുപാട് വെച്ചാലും നമ്മുടെ ഹെയറിന് ഡാമേജ് ഉണ്ടാക്കും. എന്നും വെച്ചിട്ട് അത് ഒരുപാട് നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയാതെ അത് ഹെയർ തന്നെ നിർത്തി കുറെ ആകുമ്പോൾ അത് നമ്മുടെ സ്കാൽപ്പിൽ ഇത് ഡാൻഡ്രഫ് ഒക്കെ വരാനായിട്ട് ഒക്കെ തുടങ്ങും കേട്ടോ. അതുകൊണ്ട് എണ്ണയൊക്കെ വെക്കുന്നതൊന്നും കുഴപ്പമില്ല, പക്ഷെ അത് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ അത് നമ്മുടെ ഹെയറിനെ തന്നെ ഡാമേജ് ഉണ്ടാക്കും. ഈ പ്രൊഡക്റ്റ് എല്ലാ സൈറ്റിലും അവൈലബിൾ ആണ് കേട്ടോ. നൈക്ക, ഫ്ലിപ്കാർട്ട്, ആമസോൺ, പർപ്പിൾ അങ്ങനെയുള്ള എല്ലാ സൈറ്റിലും അവൈലബിൾ ആണ്. ബെയർ അനാട്ടമിയുടെ സൈറ്റിലും ഇത് കിട്ടും കേട്ടോ. പിന്നെ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ ഹെയർ മാസ്കിന്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിന്റെയും പ്രൊഡക്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അവരുടെ ഡാൻഡ്രഫിന്റെ ഷാമ്പൂ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് അധികം വർക്കായ പ്രൊഡക്റ്റ് അല്ല, ആ ടൈമിൽ മാത്രമേ വർക്കായിട്ടുള്ളൂ. പിന്നെ അത് നിർത്തി കഴിയുമ്പോഴത്തേക്കും പിന്നെ താരനൊക്കെ വരാൻ തുടങ്ങി. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഇതൊക്കെയാണ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള എൻ്റെ ജെനുവൻ റിവ്യൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. പിന്നെ ഇപ്പോൾ പുതിയൊരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാച്ചാൽ തീർച്ചയായിട്ടും ആ ഹൈപ്പിലും കൂടെ ഒന്ന് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.